എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരും മിത്രയോട് പറയണം, ഒരു കാമുകം തേച്ചിട്ട് പോയാൽ എന്താ കുഴപ്പം, നിനക്ക് മറ്റൊരാളെ കിട്ടിയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്രയുടെ മുഖം അങ്ങോട്ട് മാറി വല്ലാത്തൊരു സങ്കടഭാവം നിറഞ്ഞു. പെട്ടെന്ന് ആരും മനസ്സിൽ വിചാരിച്ചു, അയ്യോ അത്രയ്ക്ക് കയറ്റി പറയേണ്ട കാര്യമില്ലായിരുന്നു, അവൾക്ക് വിഷമമായെന്ന് തോന്നേ, താൻ പറഞ്ഞ് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നേ. പെട്ടെന്ന് ആരും പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ദേ സോറി, ഇനി ഞാനിതിങ്ങനെ പറയില്ല, ആവർത്തിക്കില്ല എന്ന് പറയാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതെ കുറച്ചു കാലം ഞാനും അമിതിനും തമ്മിൽ സ്നേഹിച്ചിരുന്നു, പക്ഷെ ഇന്ന് വരെ എന്റെ വിരൽത്തുമ്പിൽ പിടിക്കാൻ പോലും ഞാൻ അവനെ സമ്മതിച്ചിട്ടില്ല, എന്റെ ദേഹത്ത് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. പക്ഷെ അത് ആ ഒരു പക്വത ഇല്ലാത്ത പ്രായത്തിൽ സംഭവിച്ചു പോയതാ പ്രണയം. പക്ഷെ അതിന്റെ പേരില് ഞാൻ ചെയ്ത എന്താണെന്നറിയോ, എന്റെ ജീവിതം തന്നെ ഹോമിക്കാനായിട്ടാ തീരുമാനിച്ചേ. അങ്ങനെ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോയതാ. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ടാണ് വീണ്ടും എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? ഇങ്ങനെയൊക്കെ കുത്തി കുത്തി പറയാനായിരുന്നെങ്കിൽ അന്ന് തന്നെ അവിടെ ഉപേക്ഷിച്ച പോരായിരുന്നോ? ഞാൻ എന്തേലും ചെയ്തോളൂല്ലായിരുന്നോ? വെറുതെ എന്തിനാന്ന് ചോദിക്കുക. ഈ സമയം ആര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയാ. ഈ സമയം മിത്ര പറഞ്ഞു, അതെ ഇനിയിപ്പോ പറഞ്ഞു ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ കോളേജിലേക്ക് പോവാ രണ്ടുപേരും. കോളേജിൽ ചെന്ന് കഴിയുമ്പോ ഈ ശത്രുത എല്ലാവരും മുന്നിൽ വെച്ച് കാണിക്കരുത്. പഴയ പോലെയല്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ. അതെ അവർക്ക് ഇനി കളിയാക്കി ചിരിക്കാനായിട്ട് നമ്മളായിട്ട് അവസരം കൊടുക്കില്ലെന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ശരി ഞാൻ ആലോചിക്കാന്ന് പറയാണ്. പിന്നീട് ഗോമതി സിറ്റ് ഔട്ടിലേക്ക് വരുവാണ്. ഗോമതി സിറ്റിലേക്ക് വന്നു കഴിയുമ്പോ മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷിയോട് പറഞ്ഞു, അല്ല മോളെ, അതെ ഇന്നും ഇത്രയും ആരും കൂടെ കോളേജിൽ പോലെ നിൽക്കും, അതിന് അവര് കോളേജിൽ പോകുന്ന കാര്യമൊക്കെ അപ്പുറത്തുകാരൊന്നും അറിയണ്ടേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതെ അമ്മയുടെ മനസ്സിലിരിപ്പ് എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, അമ്മ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണുന്നു പറയണം. അതെന്താ പറഞ്ഞേ അങ്ങനെ പറഞ്ഞേ? എനിക്കറിയാം അമ്മയുടെ മനസ്സ് എനിക്കറിയാൻ പറ്റുമല്ലോ എന്ന് പറയാ. കാരണം മീനാക്ഷി മുമ്പേ തന്നെ ആകാശിനോട് ബൈക്കിന്റെ കീയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, അതെ നമുക്ക് അപ്പുറത്തെ ഉള്ളവരും കൂടെ അന്ന് അറിയിക്കാന്ന് പറയണം. പിന്നീട് അകത്തേക്ക് നോക്കി നീട്ടി വിളിക്കണം, മോനെ ആര്യ, ദേ കോളേജിൽ ഇപ്പൊ സമയമായി, ദേ മിത്രമോളെ ഇറങ്ങി വരാൻ പറയണം. ഇത് അപ്പുറത്തുള്ള കൃഷ്ണമംഗലത്തുള്ളവര് കേട്ടു. ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. ആദ്യം അനന്തം വന്നു സിറ്റൗട്ടിലേക്ക്, പിന്നെ അച്യുതം വന്നു. അങ്ങനെ മുറിയിൽ നിന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് നോക്കുവാണ്. ആദ്യം നോക്കി നന്ദിത, പിന്നെ ആ കൂടെ തന്നെ രാജേശ്വരിയും വന്നു. മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വന്ന് നോക്കുവാണ്. എല്ലാവരുടെയും കണ്ണുകള് ഇപ്പൊ ദേവമംഗലത്തേക്കാ. കാരണം മിത്രനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണാലോ എന്നോർത്ത് വിചാരിച്ച് അങ്ങനെ വന്ന് നിൽക്കുവാണ്. ഈ സമയത്ത് കോമതി വീണ്ടും വിളിച്ചു, എന്തെടുക്കും അവിടെ, ഇതേ സമയം പോയിട്ടോ, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാ. ഈ സമയം ആര്യനും മിത്രയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് ആരും ചോദിച്ചു, അമ്മ എന്തിനാ കിടന്ന് അലറുന്നേ, സമയമൊന്നും പോയിട്ടില്ല, എനിക്കറിയാലോ എന്ന് പറയണം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എടാ മോനെ നീ ഇങ്ങനൊന്നും ഉറക്കെ പറയില്ലേ, അപ്പുറത്തുള്ളവര് കേൾക്കും. മീനാക്ഷി പറഞ്ഞു, എടാ നീ ഒന്ന് അഭിനയിക്കടാന്ന് പറയണം. അപ്പുറത്തുള്ളവരെ കാണിക്കാനെങ്കിൽ നീ ഒന്ന് അഭിനയിക്കെന്ന് പറയണം. ശരി എന്നും പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് നടന്നു. പുറകെ മിത്ര അങ്ങ് നടക്കുവാണ്. അപ്പുറത്തുള്ളവരെല്ലാം ആകാംക്ഷപൂർവ്വം അങ്ങ് നോക്കി നടക്കുക. നന്ദിതയുടെ കണ്ണൊക്കെയാണെന്ന് അറിഞ്ഞു വന്നു. അങ്ങനെ ആരെയും വന്ന് ബൈക്കിലേക്ക് അങ്ങോട്ട് കയറി. ഈ സമയം മിത്രയും കൂടെ അങ്ങോട്ട് വന്ന് കയറുവാണ്. പിന്നീട് ആരും പറഞ്ഞൊരു കാര്യം ചെയ്യാ, ഇനിയിപ്പോ നിന്റെ വീട്ടിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്റെ തോളത്തേക്ക് നീ എടുത്തുനിന്ന് കൈവച്ചോ, പക്ഷേങ്കില് ഇത് ശീലമാക്കണ്ട, ഇപ്പൊ അവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ആനന്ദല്ല ധർമ്മനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ധർമ്മം വന്നിട്ട്, ആഹാ രണ്ടുപേരും കൂടെ കോളേജിലേക്ക് ആയിരിക്കും അല്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ കോളേജിൽ പോക്കല്ലേന്ന് ചോദിക്കും. കൊള്ളാം, സൂപ്പർ ആയിട്ടാണെന്ന് പറയണം. പെട്ടെന്ന് മീനാക്ഷി കൈ കൊണ്ട് ആങ്ങി കാണിക്കുക കെട്ടിപ്പിടിക്കാനായിട്ട്. പെട്ടെന്ന് മിത്ര വെച്ച്, എന്താ കെട്ടിപ്പിടിക്കാൻ ആങ്ങി കാണിക്കുക? അങ്ങനെ മിത്ര എന്ത് ചെയ്യാണ്, ആരിനെ കെട്ടിയും കൂടെ പിടിക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും അനന്തരം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പുറം നിന്ന മുത്തശ്ശിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു. മുത്തശ്ശിക്ക് സന്തോഷമായി. എന്റെ ഭഗവാനെ, ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചിരുന്നു. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത്, ആ ഒരു സമാധാനം മുത്തശ്ശിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദിതയ്ക്കും. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. അവര് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഉടനെ ഗോമതി പറഞ്ഞു, എന്താണെങ്കിലും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു, പ്ലാൻ എല്ലാം നടന്നു പറയണം. പെട്ടെന്ന് ധർമ്മം ചേച്ചി, പ്ലാൻ നടന്നോ? അല്ല ചേച്ചി ഇതെന്താ പറഞ്ഞെന്ന് ചോദിക്കാം. പെട്ടെന്ന് മീനാക്ഷി രൂക്ഷമായിട്ടൊന്ന് ഗോമതിനെ നോക്കണം. അല്ല അത് പിന്നെ ഒക്ടോബറിൽ കല്യാണം നടത്താനിരുന്നാണല്ലോ അവന്റെ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം. ഓ അങ്ങനെ എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് കയറിപ്പോണം. എന്നാലും ധർമ്മൻ ആലോചിച്ചു, എന്തായിരിക്കും പോലും ചേച്ചി ഇങ്ങനെ പറയണേ, ഈ ഇടയായിട്ടെല്ലാം ചേച്ചി ഇങ്ങനത്തെ ഓരോ വർത്താനമാണല്ലോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, എന്താ കാര്യമൊന്നും അറിയത്തുമില്ല.
ഇനി ചേച്ചിയാണ് ഫുൾ സപ്പോർട്ടാന്ന് തോന്നുന്നു അവർക്ക്. എന്താ പോലും ഇങ്ങനെ എന്താണ് ഉണ്ടേലും അവസാനം തന്റെ കൺമുന്നിൽ തന്നെ പെടുമെന്ന് ധർമ്മം മനസ്സ് വിചാരിക്കുകയാണ്. ഈ സമയം മിത്രനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടും ആര്യന്. എന്നിട്ട് പറഞ്ഞു, അതെ ഇനി ഇവിടെ നിന്ന് നീ ബസ്സിന് അങ്ങോട്ട് പോയാൽ മതി. വീട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞുകൊണ്ട് മാത്രം, പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് മാത്രമാണ് നിന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുവന്നേ. അതെ ഇനി നീ തന്നെ പോയാൽ മതി, ഞാൻ തന്നെ കോളേജിലേക്ക് വന്നോളാന്ന് പറയണം. ഇത് കേട്ട മിത്ര പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ബസ്സിന് പോയിക്കോളാന്ന് പറയണം. അങ്ങനെ മിത്ര അങ്ങോട്ട് പോവാണ്. മിത്രനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് ആരും നേരെ കോളേജിലേക്ക് പോവാണ്. ഈ സമയത്താണ് അലോക് അയച്ച ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നത്. അവർ രണ്ടുപേരും ആര്യന്റെ ബൈക്കിന് മുന്നിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുകയാണ്. ഇത് കണ്ടു ആര്യന് മനസ്സിലായി എന്തോ ഒരു പന്തികേട് മണത്തു. ആരും പെട്ടെന്ന് ബൈക്കിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്താ ചേട്ടാ കാര്യം? എന്താ കാര്യം എന്ന് അറിയണമല്ലേ? നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വന്നാന്ന് പറയണം. ദേ കൃഷ്ണമംഗലത്തെ പെണ്ണിനെ തന്നെ വേണം നിനക്ക് കല്യാണം കഴിക്കാനെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആര്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓഹോ അപ്പൊ അതാണ് കാര്യമല്ലേ? ഇത് കേട്ടും അവന്മാർ പറഞ്ഞു, അതേടാ അത് തന്നെ കാര്യം, നിന്നെ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ആര്യനെ കയറി അടിക്കുവാണ്. ആര്യൻ തിരിച്ചടിച്ചു. പിന്നീട് അവിടെ കിടന്ന് പൊരിഞ്ഞ അടിയാണ്. ഈ സമയം ഒരുത്തൻ എന്ത് ചെയ്യാണ്, കയ്യിലിരുന്ന് ആ കമ്പ് കൊണ്ട് ആര്യന്റെ തലക്കിട്ട് അങ്ങോട്ട് അടിക്കുവാണ്. ആര്യൻ അവിടെ വീണു. പിന്നീട് കാണിക്കുന്ന ബാലൻ കടയിൽ ഇരിക്കുവാണ്. അപ്പൊ ബാലന്റെ അടുത്ത് രാമേണ്ണൻ ഉണ്ട്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രോക്കർ വിജയൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ബ്രോക്കർ വിജയൻ വന്നിട്ട് ആനന്ദിന്റെ ഒരു കല്യാണക്കാര്യത്തെ കുറിച്ച് പറയാണ്. അങ്ങനെ ആ പെണ്ണിന്റെ ഫോട്ടോയും കാണിച്ചു. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോ ബാലന് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ രാമേട്ടാന്ന് ചോദിക്കുക. അതെ അത് വിജയ, പിന്നെ ഒരു കാര്യമുണ്ട്. ദേ കല്യാണം നടക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയണം. രണ്ട് അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞു, ഇത് മൂത്ത ചേട്ടനാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം ആലോചനയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയാം. ഇത് കേട്ട വിജയൻ പറഞ്ഞു, ആ കാര്യം ഓർത്തിട്ട് സാർ വിഷമിക്കണ്ട കേട്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ആലോചനയായിട്ട് മുന്നോട്ടുള്ളെന്ന് പറയാം. പിന്നീട് രാമേട്ടൻ പറഞ്ഞു, അത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ബാലൻ, ഇതിനു മുമ്പ് ആനന്ദിന്റെ ഒരു വിവാഹം മുടങ്ങിപ്പോയി. ചേട്ടൻ നിൽക്കുമ്പം അനിയൻ കല്യാണം കഴിച്ചു, അതായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. ഈ സമയം ആര്യന്റെ അടുത്തേക്ക് അലോകും കൂടെ വരുന്നുണ്ട്. കാരണം ആരും മറ്റേ രണ്ടു അമ്മമാരെ ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അലോക് തല്ലാനായിട്ട് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് കൈ ഉയർത്തി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ അലോകിനെ കണ്ടത് ആര്യം പറഞ്ഞു, നീയോ നീ എന്റെ ഭാര്യയുടെ അനിയനല്ലേടാ, അതുകൊണ്ട് നിന്നെ ഞാൻ തല്ലത്തില്ല എന്ന് പറയണം. ഇത് കേട്ടോ അലോക് ആര്യനെ അടിക്കുവാണ്. പെട്ടെന്ന് അലോക് പറഞ്ഞിടാ, മര്യാദയാണ് മര്യാദ, നീ എന്റെ അനിയത്തിനെ കൊണ്ടുപോയി, അത് ഞാൻ സഹിച്ചു, പക്ഷെ ആ സ്വർണ്ണം ഉണ്ടല്ലോ അത് തിരികെ വേണമെന്ന് പറയാം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, സ്വർണ്ണോ അത് ചെലവായി പോയെന്ന് പറഞ്ഞല്ലോ. എടാ 2 ദിവസം കൂടെ നീ എങ്ങനെയാണ് ഇത്ര സ്വർണം ചെലവാക്കുന്നത്? മര്യാദയ്ക്ക് ആ സ്വർണം തിരികെ തരണമെന്ന് പറയാം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ആ സ്വർണം തിരികെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സ്വർണം തിരികെ വേണമെന്ന് പറഞ്ഞാൽ തിരികെ വേണമെന്ന് പറഞ്ഞോണ്ട് അലോക് വീണ്ടും ആര്യനെ അടിക്കുവാണ്. അങ്ങനെ അവർ ആര്യനെ അടിച്ചിട്ടിട്ട് പോവാണ്. ഈ സമയം ഇതൊന്നും ബാക്കി ആരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ആനന്ദ് നടന്നു വരുന്ന സമയത്ത് ആനന്ദിനെ വിളിച്ചിട്ട് ആര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്, താനിവിടെ അടികൊണ്ട് കിടക്കുക എന്നുള്ള കാര്യം. ഇത് കേട്ടതും ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ കടയിലാണെങ്കിലോ ആനന്ദിന് വേണ്ടിയിട്ട് ഒരു വിവാഹ പരസ്യം കൊടുക്കാനായിട്ട് ആകാശം ധർമ്മനും രാമേട്ടനും കൂടി ഇരിക്കുകയാണ്. അപ്പൊ പത്രത്തിൽ വിവാഹ പരസ്യം കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്ഷനൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ധർമ്മൻ. അങ്ങനെ സുന്ദരനും സുമുഖനും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വരി ഇങ്ങ് എഴുതാൻ പറയാണ് ആകാശിനോട്. അപ്പൊ ആകാശ് ചോദിച്ചു, ഇങ്ങനെയൊക്കെ എഴുതണോ? അതെന്താടാ ഇങ്ങനെയൊക്കെ എഴുതിയാല്? അല്ല സുന്ദരും സുമുഖനുമായ യുവാവെന്നൊക്കെ പറയുമ്പോ യുവാവാണോ ആനന്ദേട്ടെന്ന് ചോദിക്കുക. അതെന്താടാ? എടാ ഇന്നത്തെ കാലത്ത് 10-60 വയസ്സുള്ള ആൾക്കാരെ പോലെ യുവാക്കൾ എന്നാ പറയണേ, പിന്നെയാണോ നമ്മുടെ ആനന്ദ്? അവൻ ഇതിന് മാത്രം പ്രായമൊന്നും ആയില്ലോ എന്ന് പറയാണ്. ശരി ശരി ഞാൻ അങ്ങോട്ട് എഴുതിയേക്കാന്ന് പറയാണ്. ഈ സമയം ധർമ്മം പറഞ്ഞു, ദേ ആനന്ദിന്റെ കല്യാണം ഉടനെ നടക്കണം, പിന്നെ അനുശ്രീയുടെ, അതിനുശേഷം വേണം എന്റെ കല്യാണം നടത്താനായിട്ട്, നല്ല ആർഭാടമായിട്ട് കല്യാണം നടത്തണമെന്ന് പറയാം. ഇത് കേട്ടത് പെട്ടെന്ന് രാമേട്ടൻ പറഞ്ഞു, അത് ഏത് കാലത്ത് നടത്താനാ ധർമ്മ? നടക്കുമ്പം മതി, അതുവരെ ഞാൻ ഇന്ന് വിശ്രമിക്കണ്ടേന്ന് ചോദിക്കുവാണ്. ഈ സമയം ആകാശിന്റെ ഫോണിലേക്ക് കോള് വരുവാണ്. അത് ആനന്ദാണ് വിളിച്ചത്. പെട്ടെന്ന് തന്നെ ആകാശ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആകാശിനോട് ധർമ്മനും ഇറങ്ങി. പിന്നീട് കാണിക്കുന്ന ആര്യനെയും കൊണ്ട് ആകാശം ആനന്ദും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഗോമതി ചെന്നിട്ട് ഇറങ്ങി ചോദിച്ചു, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. ഒന്നുമില്ലമ്മേ, ഒരു കുഴപ്പമില്ലെന്ന് പറയാം, എന്തോ പ്രശ്നമുണ്ട്, ഇവന്റെ നെറ്റിക്ക് ഇത് എന്ത് പറ്റി, എന്തെങ്കിലും അപകടം എന്തായാലും ഉണ്ടായെന്ന് ചോദിക്കുക. ഇത് കേട്ട് ആരും ഒന്നും മിണ്ടിയില്ല, പരസ്പരം ഒന്ന് നോക്കുക മാത്രം ചെയ്തേ. അപ്പൊ ഗോമതിയുടെ വിചാരം എന്താ, രാവിലെ ബൈക്ക് എടുത്തോണ്ട് പോയ സമയത്ത് എന്തേലും അപകടം ഉണ്ടായി, ബൈക്ക് മറിഞ്ഞു കാണുമായിരിക്കും, അതായിരിക്കും ഉണ്ടായെന്ന്. അല്ല മിത്രമോൾ എന്തിയാ, അവൾക്ക് എന്തേലും പറ്റിയോന്ന് ചോദിക്കാം. അവൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേന്ന് ആരും പറയണം. എന്നാലും മോനെ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഇത് ആരോ കണ്ണു പെട്ടതാന്ന് തോന്നേ, ആരോ കണ്ണു വെച്ചിട്ടുണ്ട് മക്കളെ, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേ. രാവിലെ പോയപ്പോ എന്ത് നല്ല ഐശ്വര്യമായിരുന്നു രണ്ടുപേരുടെ മുഖത്ത്, ഞാൻ തന്നെ ഒന്ന് നോക്കിപ്പോയെന്ന് പറയണം.
ഇത് കേട്ടതും ധർമ്മം പെട്ടെന്ന് ചോദിച്ചു, അല്ലടാ ഇതെങ്ങനെ സംഭവിച്ചു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ആകാശ് കൈയെടുത്തിട്ട് പിന്നെ പറയാന്ന് ഇങ്ങനെ കാണിക്കുവാണ്. ഇത് ഗോമതി കണ്ടു. ഗോമതി എന്താടാ എന്താ കാര്യം ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, സത്യം പറയടാ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആകാശൊന്നും മിണ്ടിയില്ല, ആരിനും ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ഗോമതി അതിന്റെ അടുത്തേക്ക് എന്നിട്ടുണ്ട്, സത്യം പറ, എന്നോട് നീ മറച്ചു വെക്കണ്ട, എന്തോ ഒരു കാര്യമുണ്ട്, എന്ത് കാര്യമാണല്ലോ എന്നോട് തുറന്നു പറയാൻ പറയണം. അവസാനം ആനന്ദ സത്യങ്ങളൊക്കെ പറയണം, ആരിനെ അടിച്ചതും അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, വേണ്ടമ്മേ, അമ്മ ഒന്നിനും പോകണ്ട, അല്ലെങ്കിൽ അവരെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറയണം. വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ പോണ്ട, ഇത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, അതെ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങ് പോവാണ്. ഈ സമയം ധർമ്മം പുറയെന്ന് വിളിച്ചു, ഏട്ടത്തി അവിടെ നിൽക്കാൻ പറയണം. പക്ഷെ അതൊന്നും ഗോമതി കേട്ടില്ല. ഗോമതി ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പോവാണ്. ഈ പുറകെ ധർമ്മനും ആകാശവും ആനന്ദും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് ഗോമതി കൃഷ്ണമംഗലത്തിന്റെ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് വിളിച്ചിടും, ഇറങ്ങി വാടാ, ആർക്കടാ എന്റെ മോനെ തല്ലാനുള്ളേ ഇതള്ളേ, ഇങ്ങ ഇറങ്ങി വാടാന്ന് പറയണം. പെട്ടെന്ന് അനന്തനും അച്ഛനും എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. പിന്നീട് പറഞ്ഞു, അതെ എന്നെ അങ്ങോട്ട് കയറ്റി വരത്തില്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോണം, അല്ല ഞാൻ അങ്ങോട്ട് കയറി വരുമെന്ന് പറയാം. എനിക്കറിയണം എന്റെ മോനെ തല്ലാനായിട്ട് ഇത്ര ധൈര്യമുള്ളവന്മാര് ആരായി കൃഷ്ണമംഗലത്തുള്ളതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ ഭ്രാന്തളകിയ പോലെ നിൽക്കുകയാണ് കോമതി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.